വബറകാതുഹു. പരിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുകയും ചെയ്ത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഒരു നിന്ദ്യതയാണ് പ്രിയപ്പെട്ടവരെ ബഹ്റൈനിൽ അനുഭവിക്കേണ്ടി വന്നത്. സാധാരണ നിലക്ക് ഒരു മെസ്സേജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അൽ അൻസാറിന്റെ കോൺഫറൻസ് ഹാൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമായിരുന്നു. എന്നാൽ ഫൈസൽ മുസ്ലിയാർ മുഖാമുഖം അടക്കമുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടും അവിടെയുള്ള പ്രവർത്തകന്മാരെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ പ്രവർത്തകന്മാർ ഒരു പിന്തുണ കൊടുക്കുവാനോ സാധിക്കാതെ ഫൈസൽ മുസ്ലിയാർ തികച്ചും ഒറ്റപ്പെടുന്ന രംഗമാണ് ബഹ്റൈനിൽ നമ്മൾ കണ്ടത്. ചൊയ്ലി സലാഹുദ്ദീൻ മൗലവി എന്ന് പറയുന്നത് ബഹ്റൈനിലെ ദഅവ വിഭാഗത്തിന്റെ കൺവീനറാണ്, അഥവാ സംസ്ഥാന നേതാവാണ് ബഹ്റൈനിലെ. ആ നേതാവ് തന്നെ ആഹ്വാനം ചെയ്യേണ്ടി വരികയാണ്, ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ നാണം കെടുത്തല്ല എന്ന്. പ്രിയപ്പെട്ട സലാഹുദ്ദീനോടും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അള്ളാഹു നാണം കെടുത്താൻ വിചാരിച്ചാൽ അള്ളാഹു ഈ സമൂഹത്തിന്റെ മുമ്പിൽ മുഖം കെടുത്തുവാൻ വിചാരിച്ചാൽ ഒരാളെ കൊണ്ടും അത് തടുക്കുവാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുലൈമാൻ സഖാഫി മാളിയേക്കൽ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ അയാൾ ഒറ്റപ്പെട്ടുവെങ്കിൽ ഫൈസൽ മുസ്ലിയാരും ഒറ്റപ്പെടും, അയാളെ താങ്ങി നടക്കുന്ന ആളുകളും ഒറ്റപ്പെടും. അള്ളാഹുവിന്റെ കലാമിന്റെ നേരെ നിങ്ങൾ നടത്തിയ ക്രൂരമായ ഈ ദുർവ്യാഖ്യാനം അള്ളാഹു ഒരിക്കലും പുറത്തു തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കണം, ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്തുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് മാത്രമേ പരിഹാരമാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. ഫൈസൽ മുസ്ലിയാരും PN എല്ലാവരും ബഹ്റൈനിലെത്തിയിട്ടും അൽ അൻസാറിന്റെ പ്രവർത്തകന്മാരെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുപ്പിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ. നിങ്ങൾ നാണം കെടുത്തല്ലേ, നിങ്ങൾ ഇങ്ങനെയൊന്ന് ആകല്ലേ എന്ന ആത്മവിലാപമാണ് ചൊയ്ലിയുടെ നാവിൽ നിന്ന് വന്നത്. അത് അയാൾക്കുള്ള നിന്ദ്യത തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ആളുകൾക്ക് വിജയം തരുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ സലാഹുദ്ദീനാണ് സംസാരിക്കുന്നത്. ചൊയ്ലി അൽ അൻസാറിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരും നമ്മുടെ പ്രവർത്തകരും പ്രത്യേകിച്ച് അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് 2 വർഷത്തെ ആഗ്രഹങ്ങൾക്കൊടുവിൽ ഫൈസൽ മുസ്ലിയാരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം അതെന്താണെന്ന് ഇപ്പൊ മനസ്സിലാകാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെയൊന്നും ആവരുത് കേട്ടോ. ഒരു നല്ലൊരു ആലിമിനെയും ഒരു അറിയപ്പെട്ടൊരു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നാട്ടിലുള്ള ഒരാളെ അതെല്ലാം മാറ്റിവെച്ച് 2 ആഴ്ചത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു നാണം കെടുത്തുന്ന പരിപാടി നമ്മൾ ചെയ്യരുത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ശരി, എല്ലാ ദിവസവും ക്ലാസ്സുകൾ വെക്കുന്നത് കൊണ്ടാണെന്നൊരു വാദം നമുക്ക് ഉണ്ടാവും. ഒരാഴ്ചക്ക് വേണ്ടിയല്ലേ ഉള്ളൂ. ഇത് വർഷം മുഴുവനും അങ്ങനെ നടക്കുന്നില്ലല്ലോ. അദ്ദേഹം വന്നു പോകുന്ന ആ സമയത്തല്ല അത്രയും ക്ലാസ്സുകൾ നടക്കുന്നുള്ളൂ. നടക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ ആകെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ അത് നമ്മൾ അദ്ദേഹത്തെ കളിയാക്കുന്നതിന് തുല്യാണ്. നമ്മളങ്ങനെ ആവരുത്, ശരിക്കും അങ്ങനെ ചെയ്യരുത്. നമ്മൾ കഴിവിന്റെ പരമാവധി സ്വയം പങ്കെടുക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇതിപ്പം ഒരു യൂണിറ്റിൽ വെച്ചിരിക്കുന്ന പരിപാടികള് ചില യൂണിറ്റുകളുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാരവാഹികൾക്ക് അത് അറിയുന്ന പോലുമില്ല. ഇതെങ്ങനെയുണ്ട് ഒരു കാര്യം? ഒരു യൂണിറ്റ് പരിപാടി വെച്ച് കഴിഞ്ഞാല് മറ്റൊരു യൂണിറ്റിന്റെ നേതൃത്വവും അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളും അവിടെയുള്ള ആൾക്കാരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ ആരാ പങ്കെടുപ്പിക്കുക, ആരോടാ പറയുക? ഇതിപ്പോ നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മളെ ഇന്നലത്തെ പരിപാടി തന്നെ കണ്ടില്ലേ, എത്ര സമയം കഴിഞ്ഞിട്ട് അത്രയും ആൾക്കാരൊന്നും വന്നത്. ഇതൊക്കെ ഒരു ജാതി ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കളിയാക്കുന്നതിന് സമമാണ്. അല്ലെങ്കിൽ നമ്മളെന്തോ എല്ലാം പഠിച്ച് തികഞ്ഞു, നമ്മളൊക്കെ ദീനിന്റെ ആൾക്കാരായി, നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരാണെന്നുള്ളൊരു ചിന്താഗതിക്കാരായി പോയി നമ്മൾ. അത് പറ്റൂലല്ലോ. ഈ പറയുന്നത് ഞാനടക്കം എന്നെ പറ്റി കൂടിയാണ് ഈ പറയുന്നത്. ഇതൊരു വിഷമം സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നമ്മളിങ്ങനെ ആവേണ്ടവരല്ല. ഒരാഴ്ചയല്ലേ അദ്ദേഹം ഉള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലേ അങ്ങനെ വരുന്നവരുണ്ടാവാറുള്ളൂ.
അസമയത്ത് നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ട് സമയം കണ്ടെത്തി ഒഴിവാക്കിയെടുത്ത് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറായാൽ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൊണ്ടുവരണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് ഇനിയുള്ള പരിപാടിയിലെങ്കിലും കുറച്ച് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. സ്വയം പങ്കെടുക്കുകയും നമ്മൾ തന്നെ മതിയെന്നേ, നമ്മൾ അൽ അൻസാറിന്റെ ആൾക്കാരായിട്ടുള്ള നമ്മൾ തന്നെ മതിയാവും. നിങ്ങൾ ചോദിക്കും എല്ലാ ദിവസവും വരണ്ടേ? എല്ലാ ദിവസവും പിന്നെ ആരാ വരിക? നമ്മൾ മെനക്കെട്ട് നോക്കണ്ടേ? നമ്മളെ വീട്ടിൽ നമ്മളെ പരിപാടി വെച്ചാല് ഒരു ദിവസം പരിപാടി പങ്കെടുത്ത് പിന്നെ പോയി കിടന്നുറങ്ങുമോ? നമ്മുടെ സ്വന്തം വീട്ടിന്റെ പരിപാടി ആയതുകൊണ്ട് അത് കഴിവിന്റെ പരമാവധി ഭംഗിയാക്കി നമ്മൾ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? ഇത് നമ്മൾ നമ്മളേതായിട്ട് കാണുന്നില്ല. ഇത് മറ്റോ നോക്കിക്കോളും, ഇത് മറ്റാൾ നോക്കിക്കോളും, ഇത് ഇവൻ നോക്കിക്കോളും. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വന്നു എന്നല്ല അർത്ഥം. ചില ആൾക്കാർ മാത്രം ജോലി ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക. ഇതൊന്നും ശരിയാവില്ല ഭായി. ഇത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറി കൊടുക്കണം. ഇത് പറ്റുന്ന ആൾക്കാർ ചെയ്തോട്ടെ നോക്കണം. അല്ല, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അള്ളാഹു ചെയ്യുക. അതായത് നല്ല അനുഗ്രഹങ്ങൾ ജമീയന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു, വഴികൾ തുറന്നു തന്നു, വിസ്ഡം ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ ഉറങ്ങിയാലോ? നമ്മൾ ഉറക്കമില്ലാന്ന് കാണിക്കേണ്ടത് പ്രവർത്തനത്തിലാ, വാക്കുകളിലും മെസ്സേജിലും അല്ല. വർത്താനം പറയാൻ എല്ലാവരും ഉഷാറായിരിക്കും, മെസ്സേജ് അയക്കാനും. പക്ഷെ നമ്മൾ കാണിക്കേണ്ട പ്രവർത്തനത്തിലാണ്. സമയം ഒഴിവാക്കി എടുത്തിട്ട് പങ്കെടുത്തിട്ട് വേണം നമ്മളത് കാണിക്കാൻ. നമ്മുടെ ആത്മാർത്ഥതയും മനുഷ്യന്റെ മുമ്പ് കാണിക്കാനല്ല, അള്ളാന്റെ മുമ്പിൽ കാണിക്കാൻ. അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലെടുത്തേ പറ്റും. ഇപ്പൊ ഇതാ ഹമദ് ടോളിന്റെ ദാവക്ക് ആവശ്യം വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് അറിയുന്ന പോലെ സുന്നികളും ഖുറാഫികളും അതുപോലെ തന്നെ വിദായത്തുകളും കൂടി കലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഫൈസൽ മുസ്ലിയാരെ പോലെ ഖുറാഫാത്തിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ കണ്ടാൽ അതൊരു സുവർണാവസരമായി കണ്ടിട്ട് അതിനുവേണ്ടി മെനക്കെട്ട് പണിയെടുക്കേണ്ട നമ്മൾ എനിക്കൊന്നും ഉറക്കില്ല. നമ്മളങ്ങനെ പണിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്ത പോലെ. കാരണം നമ്മുടെ ദാവ ടീമിന്റെ ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പോ തയ്യാറായിട്ടില്ല ആരും ഇതുവരെ. നോക്കാം, വൈകുന്നേരം ആകുമ്പോഴേക്കും നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളൊന്ന് പ്രവർത്തിക്കണം ഇൻഷാ അല്ലാഹ്. സ്വന്തം കാര്യമായിട്ട് തന്നെ കാണണം. ആഖിറത്തിലേക്കുള്ളതാണെന്നുള്ള നല്ല ബോധം വർത്തമാനത്തിൽ മാത്രം പോരാ, പ്രവർത്തനത്തിൽ കാണണം. അതുകൊണ്ട് ഒന്ന് യൂണിറ്റിന്റെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റു ഭാരവാഹികളും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. സ്വന്തം യൂണിറ്റ് ഭംഗിയാക്കുക, ഓക്കെ, അത് ഖൈർ, അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷേ ബാക്കിയുള്ളതിനെ പറ്റി ആലോചിക്കല് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ദുനിയാവിന്റെ വിഷയം പോലും പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ മുഅ്മിനാവില്ല. യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബ ലി നഫ്സിഹി. ദുനിയാവിന്റെ വിഷയത്തിൽ പോലും. എന്നാ പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മള് കുറച്ച് മെനക്കെട്ട് നല്ല ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇനിയുള്ള പരിപാടികളെങ്കിലും ഒന്ന് ഭംഗിയാക്കി, സദസ്സൊന്ന് ഭംഗിയാക്കി. എന്റെ പൊന്നു ചങ്ങായിമാരെ, കൂലി കിട്ടൂലേ? ഇൽമ് കിട്ടൂലേ? ഇൽമിന്റെ സദസ്സ് സ്വർഗത്തിന്റെ പൂന്തോപ്പെന്നല്ലേ ഹദീസിലുള്ളത്? നമ്മള് ഹദീസിന്റെ ആൾക്കാരല്ലേ? എന്നിട്ട് എന്തേ പിന്നെ നമ്മൾ ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് വരാൻ ശ്രമിക്കാത്തത്? അത് ശരി. അത് പറയാനും പ്രസംഗിക്കാനും മറ്റുള്ളവരോട് പറയാൻ വേണ്ടി മാത്രമായിരിക്കും സ്വർഗത്തിന്റെ പൂന്തോപ്പൊക്കെ. നമുക്കിതൊന്നും ബാധകമല്ല. നമുക്ക് തൗഹീദ് കിട്ടിയതോടെ നമ്മളെല്ലാരും സ്വർഗത്തിന്റെ ആൾക്കാരായല്ലോ. ഇതൊക്കെ മാറ്റണം. കഴിവിന്റെ പരമാവധി പങ്കെടുക്കണം. ഇച്ചിരി ക്ഷമിക്കണം, സഹിക്കണം. ഇതൊക്കെയാ ക്ഷമ. ഒരുത്തനെ അടിച്ചാൽ തിരിച്ചങ്ങോട്ട് അടിക്കാണ്ടിരിക്കുന്നതിന്റെ പേര് മാത്രമല്ല ക്ഷമ. ഇതൊക്കെയാണ് സബർ. പങ്കെടുക്കണം. പിന്നെ നമ്മളെല്ലാം തികഞ്ഞു, നമ്മളെല്ലാം ആലിമ്യങ്ങളായി, അവര് പറയുന്നത് നമുക്ക് ആവശ്യമില്ല എന്നതാണെങ്കിലൊക്കെ അവർക്ക് അവരുടെ വഴി. പിന്നെ അവരോട് എത്തും. ഖുർആൻ പറഞ്ഞ പോലെ അവരൊക്കെ എവിടെ പോയിട്ട് അതപ്പതിക്കുന്നു അള്ളാഹുവെ അറിയാം, അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്യുന്നു പറഞ്ഞ പോലെ. നമ്മളാരും അത്രയും വലിയ ആൾക്കാരൊന്നും ആവണ്ട. നമുക്കൊന്നും എൽമില്ല, എൽമ് കുറഞ്ഞവരാണ്, എൽമ് പഠിക്കേണ്ടവരാണ്. ആലിമീങ്ങൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ടവരാണ്, മനസ്സിലാക്കേണ്ടവരാണ് എന്നുള്ള നല്ല ബോധം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നടക്കുന്ന പരിപാടികളിലും ദഅവാ പ്രോഗ്രാമുകളിലും കൃത്യമായി പങ്കെടുത്തിട്ടൊന്ന് വിജയിപ്പിക്കൽ. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അസ്സലാമു അലൈക്കും.